ഈ വിറക് വെട്ടി വെട്ടി ഞാൻ മരിക്കും. എനിക്ക് ഇതിന്നൊരു മോചനം ഇല്ലേ ഈശ്വരാ. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കോടാലി കൊണ്ട് വെള്ളത്തിയിടാം. അയ്യോ എന്റെ കോടാലി വെള്ളത്തിൽ പോയേ, അയ്യോ എന്റെ കോടാലി വെള്ളത്തിൽ പോയേ, എന്റെ കോടാലി വെള്ളത്തിൽ പോയി. അതുകൊണ്ട് ഇനി ജോലി ചെയ്യണ്ട. വത്സ, എന്താ വിഷമിച്ചിരിക്കുന്നത്? ഇതാരോ? ജലദേവതയോ? ജലദേവതയല്ല, നിങ്ങളുടെ ഭാര്യ ജലജ. ഞാൻ അവിടെ തുണി കഴുകിക്കൊണ്ടിരിക്കുമ്പോ കണ്ട് നിങ്ങൾ എന്തോന്ന് മനുഷ്യടുത്ത് വെള്ളത്തിലിട്ടത്. ഞാൻ ഒന്നും എടുത്ത് വെള്ളത്തിലിട്ടില്ലല്ലോ. ഞാൻ കണ്ട് എന്റെ അപ്പൂപ്പനെ കോടാലി എടുത്ത് നിങ്ങൾ വെള്ളത്തിലിട്ടില്ലേ. എന്റെ ദേശം കണ്ടത്തൊന്നും നിന്റെ അപ്പൂപ്പനെ എടുത്ത് വെള്ളത്തിലിട്ട്. ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ കോടാലിയാണിത്, അതും ജലദേവത തന്ന കോടാലി. ഏത് കോടാലി വെള്ളത്തിൽ പോലും എടുത്തോടുക്ക, ഓരോരോ ജലദേവതമാരുണ്ട്. വിളക്കൊണ്ട് തലവേനയായല്ലോ. എങ്കിലേ ആ കോടാലി എടുക്കുന്നതിന് മുമ്പ് കുറച്ച് കോടാലി തൈരെടുത്ത് നെച്ചിയിൽ അങ്ങ് തേച്ചാ മതി, തലവേദനയ്ക്ക് നല്ലതാ. മര്യാദയ്ക്ക് വെള്ളത്തിൽ പോയി എന്റെ കോടാലി എടുത്തോണോ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വെള്ളത്തിൽ മുക്കിക്കൊല്ലു. ഈശ്വര, ഇവള് പറഞ്ഞ പോലെ ചെയ്യുന്നവളാ. എടാ രാമു, എന്താണ് നീ നിന്റെ ഭാര്യയായിട്ട് ഭയങ്കര ബഹളം? ഞാൻ മണല് വരച്ചോണ്ടിരിക്കുമ്പോ കേട്ട്. എടാ നീ എല്ലാം കേട്ടോടാ? കേട്ടു, പക്ഷെ ഒന്നും മനസ്സിലായില്ല. അതെന്താ? വെള്ളത്തിന്റെ അടിയിക്കുമ്പോ വല്ലത് മനസ്സിലാവോ? അങ്ങ് ബ്ലും ബ്ലും കേട്ട്. രണ്ടുപേരെ അടിയുണ്ടാക്കിയെന്ന് മാത്രം മനസ്സിലായല്ലേ? ഞാൻ ഈ വീട്ടിലെ അടിമയെ പോലെ ജോലി ചെയ്ത് മടുത്ത്. അപ്പൊ നീയാണ് ഈ അടിമക്കണ്ണ്. എടാ, ഞാൻ ഈ വീട്ടിലെ വിറക് വെട്ടി മടുത്ത്. ഞാനപ്പോ ആ കോടാലി എടുത്ത് അങ്ങ് വെള്ളത്തിട്ടു. അപ്പൊ അവള് പറയുവാണ് അതവളുടെ അപ്പൂപ്പന്റെ കോടാലിയാ, എടുത്തു കൊടുത്തേ പറ്റുമെന്ന് ഒരേ വാശി. അപ്പൊ വെള്ളത്തിൽ മുങ്ങി അത് എടുത്തു കൊടുക്കണം. എനിക്ക് നീന്തൽ അറിഞ്ഞൂടാ. ഡ്യൂപ്ലിക്കേറ്റ് എണ്ണം വാങ്ങിച്ച്. എടാ, ഞാൻ തൃശ്ശൂർ പൂരത്തകപ്പെട്ടാലും അവളെന്നെ കണ്ടുപിടിക്കാൻ പോണില്ല. പക്ഷെ ആ കോടാലി ഉണ്ടല്ലോ, ഈ ലോകത്ത് എവിടെ കണ്ടാലും കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. എടാ, നീ എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം. സഹായിക്കാം, വെള്ളത്തിൽ ചാടാം, പക്ഷെ ഇതിന് ചെലവുണ്ട്. എടാ, നിനക്കൊരു ജീവനെക്കാട്ടിലും വലുതാണോടാ പൈസ? ആരുടെ ജീവൻ? എന്റെ ജീവൻ. ഞാൻ വെള്ളത്തിൽ ചാടി എടുത്തു തരാം, കരയണ്ട. എന്താ മനുഷ്യ, കോടാലി എടുത്തില്ലേ? ആദ്യം നിന്റെ നാക്കെടുത്തകത്തിടും. എന്റെ കൂട്ടുകാരൻ മണികണ്ഠ എടുക്കാൻ പോയിട്ടുണ്ട്, ഇപ്പൊ കൊണ്ടുവരും. എടാ മണികണ്ഠ, കോടാലി കിട്ടിയോടാ? കിട്ടി. ആരിവൻ കള്ളം തൂക്കി പോയിടുന്നു, പൈതൽ പോലെ തോളും മേലെ നിന്നെ തൂക്കി പോയിടുന്നു. ഇതാര്, ബാഹുബലിയ? അല്ല, കോടാലി കിട്ടിയില്ല, പകരം ഈ ആട്ടുകല്ല് കിട്ടി. ആട്ടുകല്ലല്ലടാ, ആട്ടുകല്ല്. ഈ ആട്ടുകല്ല്, അയ്യോ ഇതെന്റെ കാണാതെ പോയ ആട്ടുകല്ല്. ഇത് നിങ്ങളുടെ ആട്ടുകല്ലാണോ? ആ, അവിടെ എന്നെ ആട്ടാതെ അതിങ്ങോട്ടിട്, ഞാൻ ഇത് കൊണ്ട് വെക്കട്ടെ. അയ്യോ, എടാ നീ എന്തോ പണിയാണ് കാണിച്ചേ? എന്താ കളിയാ? ഞാൻ ഈ വീട്ടിൽ നിന്ന് അരിയാട്ടാൻ പഠിച്ച് ആട്ടുകല്ലെടുത്ത് വെള്ളത്തിട്ടപ്പോ അത് പൊക്കിക്കൊണ്ട് വന്നേക്ക. നീ ഇനി ഒരു കോടാലി എടുക്കണ്ട, ഒരു കുന്തം എടുക്കണ്ട. കുന്തത്തിന്റെ കാര്യം അതിനെ പറഞ്ഞോ? കോടാലിയുടെ കാര്യമല്ലേ പറഞ്ഞേ? ആരോട് പറയാൻ? എന്നോട് പറ. എന്നാ നീ പോയി കോടാലി എടുത്തോണ്ടോ. ഇപ്പൊ കൊണ്ടുവരാം, ഒരു സെക്കൻഡ്. ദാമുവേട്ടാ, മണികണ്ഠൻ എവിടെ? മണികണ്ഠൻ കോടാലി എടുക്കാൻ പോയി. ദാമുവേട്ടാ, നമ്മുടെ ആട്ടുകല്ല് കിട്ടിയില്ലേ? അരി വെള്ളത്തിൽ ഇട്ടായോ? ഇനി ആട്ടി എന്റെ നടുവോടിയല്ലോ ഈശ്വരാ. എടാ മണികണ്ഠ, കോടാലി കിട്ടിയോ? ആ കിട്ടി. അമ്മിക്കല്ല് എനിക്ക് കിട്ടിയ അമ്മിക്കല്ല്, നിങ്ങളുടെ അമ്മിക്കല്ല് എനിക്ക് കിട്ടിയ അമ്മിക്കല്ല്. അമ്മിക്കല്ല് എനിക്ക് കിട്ടിയ അമ്മിക്കല്ല്, നിങ്ങളുടെ അമ്മിക്കല്ല് എനിക്ക് കിട്ടിയ അമ്മിക്കല്ല്. വെള്ളത്തിനടിയിൽ നിന്നും ഞാൻ പുല്ലുപോലെ കൊണ്ടുവന്ന്, വെള്ളത്തിനടിയിൽ നിന്നും
കിട്ടിയ അമ്മിക്കല്ല്, നിങ്ങളുടെ അമ്മിക്കല്ല് എനിക്ക് കിട്ടിയ അമ്മിക്കല്ല്, അമ്മിക്കല്ല് അമ്മിക്കല്ല് എനിക്ക് കിട്ടിയ അമ്മിക്കല്ല്, നിങ്ങളുടെ അമ്മിക്കല്ല് എനിക്ക് കിട്ടിയ അമ്മിക്കല്ല്. അയ്യോ, ഇതെന്റെ കാണാതെ പോയ അമ്മിക്കല്ല്. അതിങ്ങോട്ട് താ. ഈ അമ്മിക്കല്ലിനും ഉണ്ടൊരു കഥ, പറയട്ടെ? ആ മുടിഞ്ഞ കഥ എനിക്ക് കേൾക്കണ്ടായേ. ഒന്ന് കൊണ്ടുപോയി വെക്കോ? എടാ പണിയണ്ടോ, നീ എന്തോ പണിയാണോ കാണിച്ചേ? എന്താ അളിയാ? എടാ, കഴിഞ്ഞ ജന്മം നീ എന്റെ ശത്രു ആയിരുന്നാടാ. അതെന്നാ അളിയാ? ഞാൻ ഈ വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ പഠിച്ച് ഓരോ സാധനം എടുത്ത് വെള്ളത്തിടും, നീ അതും പൊക്കിക്കൊണ്ട് വരണം. അപ്പൊ നീ ജോലി ചെയ്യാൻ പഠിച്ചിട്ട് ഇത് എറിയുന്നല്ലേ? ഇതിലല്ലേടാ സ്ഥിരം എന്റെ അരപ്പ്. എടാ, നീ എന്താടാ മുണ്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന? എടാ, ഞാൻ പറഞ്ഞില്ലേ, നല്ല അടി ഒഴുക്കുള്ള സ്ഥലമായിരുന്നു. അതിന് അടിയിലുള്ള എല്ലാം ഒഴുകിപ്പോയി. എടാ, ഒരു വല കാണുമോ? എന്തിനാടാ? ഇവിടെ ഇങ്ങനെ ചുറ്റി കെട്ടാനാ. ഇനി ഇതും കൂടെ ഒഴുകി പോകാനുള്ളൂ. എന്താ മുൻകണ്ടോ, എന്റെ അപ്പൂപ്പന്റെ കോടാലി ഇതുവരെ കിട്ടിയില്ലേ? എന്റെ അപ്പൂപ്പന്റെ കോടാലി ഞാൻ എടുത്തോണ്ട് വരാം. ഇവിടെയൊക്കെ ഇങ്ങനെയാണോ സഹിക്കുന്നത്? എടാ, അടിയൊഴുക്കുള്ള സ്ഥലമാണ്, സൂക്ഷിച്ചു പോണേ. ആ ഒഴുക്കിൽ അങ്ങ് ഒഴുകി പോയാ മതിയായിരുന്നു. ദാമുവേട്ടാ, കഞ്ഞി ആയിട്ടുണ്ട്. എന്നാ പിന്നെ ഇനി കഴിച്ചിട്ടാവാം. കഴിക്കാനല്ലേ പറഞ്ഞേ? അമ്മിക്കല്ല് കിട്ടിയില്ലേ? പോയി ചമ്മന്തി അരക്ക്. ഈശ്വര, ഇത്ര നാളെന്നെ നടി പൊടിഞ്ഞ്, ഇനി അരച്ചെന്റെ കൈയും കൂടി ഒടിയല്ലോ. എടാ മണികണ്ട, കോടാലി കിട്ടിയാടാ? ആ കിട്ടി കിട്ടി. എടുത്തിട്ട് അലക്കല്ലായിരിക്കും. ഒരെണ്ണത്തിന്റെ അകരം 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതെന്തോന്നു, ബൈ 1 ഗെറ്റ് 1 ഫ്രീയോ? ഹായ്, ഇതെന്റെ കളഞ്ഞു പോയ അപ്പൂപ്പന്റെ കോടാലി. അപ്പൊ ഇതാരുടെ കോടാലി? ഇതെന്റെ അച്ഛന്റെ കോടാലി. അപ്പൊ നിങ്ങൾക്ക് സന്തോഷമായോ? കോടാലി കിട്ടിയ സ്ഥിതിക്ക് ഞാൻ പോയിക്കോട്ടെ? അതെ, മണികണ്ട ഒന്ന് നിന്നാട്ടെ. ഇത് രണ്ടുപേരും ഒന്ന് പിടിച്ചാട്ടെ. ഇനി ഈ കിടക്കുന്ന വിറക് മൊത്തം ഒന്ന് വെട്ടിയാട്ടെ. എന്തോന്ന്? ഈ വിറക് വെട്ടാൻ. മണികണ്ട, നമുക്ക് കിട്ടിയ പണി കണ്ട.